ഗവൺമെന്റ് ജോലി എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കഠിനമായി പ്രയത്നിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സഹകാരി റേസ് പ്ലസിന്റെ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. കൊമേഴ്സ് മേഖലയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പലതരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ടായിരിക്കാം, ബേസ് അറിയുന്നവരുണ്ടായിരിക്കാം, ബേസ് അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ചിലപ്പോൾ അത് ഭയങ്കര ലാഗായിട്ടെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികളും നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ കോൺസെപ്റ്റുകൾ പോലും നമ്മൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക, ക്ലാസ് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ അറിയിക്കുകയും അതുവഴി ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യാടാ ആരംഭിക്കാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത്. എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ നന്നാവാത്തത്? പണ്ട് നമ്മളെ പഠിപ്പിക്കാനൊക്കെ വരുന്ന സാറുമാർ ആദ്യം വന്ന് ചോദിക്കാറുള്ളതാണ്, ഇന്ത്യ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ്, ഇപ്പോഴും ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ടില്ല. അപ്പോൾ ഡെവലപ്ഡ് കൺട്രി ആവണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ട്, നമ്മുടെ രാജ്യം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രധാനമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ കുറേ കാരണങ്ങളുണ്ട് നമ്മൾ ഇന്ത്യ ഡെവലപ്ഡ് ആവാത്തത് കൊണ്ട്, ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നതിന്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പണക്കാരെപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുക, പണക്കാരായിക്കൊണ്ടിരിക്കുകയും ദരിദ്രത എന്ത് ചെയ്യാണ്, എപ്പോഴും ആ ദരിദ്ര അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും, റിച്ചസ്റ്റ് പേഴ്സണും അതുപോലെ തന്നെ പുവർ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു അന്തരം വളരെയധികം കൂടുതലാണ് എന്ത് ഇന്ത്യയിലുള്ളത്. നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്, അതും ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഈ ഒരു അന്തരം കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തുണ്ടാവുള്ളൂ, നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് എന്തുണ്ടാവുള്ളൂ, നല്ല എക്കണോമിക് സിറ്റുവേഷനിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് കൺട്രി ആയിട്ട് പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ത്യയിലൊരു പ്രധാന പ്രശ്നം എന്താണ്, പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഗവൺമെൻറ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണടാ, ഇത് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പൈസ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, ആ പൈസ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറക്കണം, എന്നിട്ട് അതെന്ത് ചെയ്യണം, പാവപ്പെട്ട ആൾക്കാരിലേക്ക് എത്തണം. സോ ഈ ഒരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് എന്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട എന്തുണ്ടടാ, ഒരു റോളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യണം, ആൾക്കാരിൽ നിന്ന് സേവിങ്സുകളൊക്കെ, അവരെടുത്ത് വെച്ചിട്ടുള്ള സേവിങ്സുകളൊക്കെ പൂൾ ചെയ്യും, അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യും, ഒരുമിച്ച് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, പൈസ ആവശ്യമുള്ള ബോറോവേഴ്സ് എന്നാണ് പറയുക, പൈസ ആവശ്യമുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് ബോറോവേഴ്സാണ്. ആ ഈ സേവ് ചെയ്ത പണങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പൂൾ ചെയ്ത, അല്ലെങ്കിൽ ഈ മൊബിലൈസ് ചെയ്തിട്ടുള്ള ഈ ഫണ്ടുകളൊക്കെ എന്ത് ചെയ്യൂടാ, പാവപ്പെട്ട ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല, ചിലപ്പോൾ അവരിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് അവരിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടാവുള്ളൂ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു കാര്യമാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം പ്രധാനമായിട്ട് എന്ത് ചെയ്യണത്, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാരിൽ നിന്നെല്ലാം പണമെല്ലാം ശേഖരിച്ചുകൊണ്ട് അത് ബോറോവേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടൊരു 4 ഫാക്ടറുകൾ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ആ 4 ഫാക്ടറുകൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനാണ് നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ്. ഈ 4 സാധനങ്ങൾ, അതായത് ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ 2-3 ക്ലാസ്സുകളിൽ നമുക്ക് ഉടനീളം പഠിക്കാനുള്ളത് ഈ പ്രധാനപ്പെട്ട ഈ കമ്പോണൻസുകളെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താടാ, ആൾക്കാരിൽ നിന്ന് ഫണ്ടെല്ലാം മൊബിലൈസ് ചെയ്തുകൊണ്ട്, അതൊക്കെ പൂൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തെയാണെന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന്, അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ സൗകര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന 4 ആൾക്കാർ ആരൊക്കെയാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്,
കമ്പോണൻസ്, അതുപോലെ തന്നെ എന്താ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നതാണ് ആണല്ലോ. അപ്പോൾ നമ്മുടെ എന്താണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ച ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടതായിട്ടുള്ളത്. സോ ഇതാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ശ്രദ്ധിക്കാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഷോർട്ട് ഫോം എന്താണ്? IFS എന്ന് പറഞ്ഞ് നമ്മളതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, IFS റെഫേഴ്സ് ടു ദി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ് ആൻഡ് സർവീസസ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു 4 കമ്പോണൻസ് എന്തൊക്കെയാടാ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, സർവീസസ്. ഈ 4 എണ്ണത്തിൻ്റെയും കമ്പോണൻസ്, അതായത് ഇതെല്ലാം 4 കൂടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഫെസിലിറ്റേറ്റ് ദി ഫ്ലോ ഓഫ് ഫണ്ട്സ് വിത്തിൻ ദി എക്കണോമി. ഈ 4 കാര്യങ്ങളാടാ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഫണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യണത്? നിയന്ത്രിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ ചെയ്യേണ്ടത് എന്നുള്ളത് കൺട്രോൾ ചെയ്യണത്, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന 4 കമ്പോണൻസുകളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് മൈൻഡിൽ ഓക്കെ ആയല്ലോ. ക്ലിയർ. ഇനി നോക്കാം, ഇറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. എന്തിനാടാ? ഞാൻ പറഞ്ഞതുപോലെ മൊബിലൈസിങ് സേവിങ്സ്, ആൾക്കാരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിപ്പിക്കുക. മൊബിലൈസിങ് സേവിങ്സ് ആൻഡ് ഡയറക്റ്റിംഗ് ദം ടുവാർഡ്സ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. എന്ത് ചെയ്യുന്നു? ആൾക്കാരിൽ നിന്ന് അത് സേവിങ്സ് ആയിട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ സപ്പോർട്ടിങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാരിൽ നിന്നെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആയി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് അത് മറ്റുള്ള ആവശ്യമുള്ള ആൾക്കാരിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നൂടാ? നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്നാണ് പറയണം. അപ്പോൾ പൈസ ഉള്ള ആൾക്കാരിൽ നിന്ന് സേവിങ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്വീകരിച്ചിട്ട് അവർക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആകുന്നു. അവരിൽ നിന്ന് പൈസ സേവിങ്സ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? അവരിൽ നിന്ന് പൈസ വാങ്ങിയവർക്ക് തിരിച്ചൊരു റിട്ടേണും ഓരോ വർഷം. അപ്പോൾ അവർ ഇപ്പോൾ നമ്മളൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ വർഷം നമുക്ക് എന്ത് ചെയ്യും? ബാങ്ക് ഇൻട്രസ്റ്റ് തരും. അതുപോലെ പൈസ ഉള്ള ആൾക്കാരിൽ നിന്ന് പൈസ നമ്മൾ വാങ്ങുന്നു, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതുവഴി നമുക്ക് എന്തുണ്ടാവുന്നതാ? എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. സോ എന്താണ് പറയുന്നത്? മൊബിലൈസിങ് സേവിങ്സ് ആൻഡ് ഡയറക്റ്റിംഗ് ദം. ഓക്കെ, ഡയറക്റ്റിംഗ് ദം. അതുപോലെ തന്നെ എന്താ? ടുവേർഡ്സ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, സപ്പോർട്ടിങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, കമ്പോണൻസ് ഓഫ് ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. പ്രധാനപ്പെട്ട കമ്പോണൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളിപ്പോൾ 4 എണ്ണം പറഞ്ഞ അതൊക്കെയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഇൻസ്ട്രുമെന്റ്സ് ആവാം, അതുപോലെ തന്നെ സർവീസ് ആവാം. ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കംപ്രൈസ് 4 കീ കമ്പോണൻസ്. ഓക്കെ ആണല്ലോ. ഏത് കമ്പോണൻസ് ആണ് ഇപ്പോൾ മനസ്സിലായല്ലോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണമാണ് ആ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഓരോ കമ്പോണൻസിനെ പറ്റിയിട്ടും ഡീപ്പായിട്ട് എന്ത് ചെയ്യാനോടാ? നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചിരിക്കുന്നില്ല എല്ലാവരും? ഓക്കെ, നോക്കാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് കമ്പോണൻറ്റ് നമുക്ക് എന്താ പഠിക്കാൻ പോണത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. എന്തായിരിക്കും ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടി വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് വേറൊരു പേരിലും കൂടി നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ആസ് എ ഇൻ്റർമീഡിയറീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് അലോക്കേഷൻ. അപ്പോൾ നോക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? ഇൻ്റർമീഡിയറീസ്. അവരെന്താണ്? ഒരു ഇടനിലക്കാരൻ. എന്താ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ? ഇടനിലക്കാരാണ്. ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് അലോക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നൂടാ? സേവിങ്സ് വാങ്ങുന്നു. സേവിങ്സ് ആൾക്കാരിൽ നിന്ന് പൈസ ആയിട്ട് നമ്മൾ പൈസ ഉള്ളവരിൽ നിന്ന് വാങ്ങുന്നു, പൈസ ഇല്ലാത്തവരിലേക്ക് കൊടുക്കുന്നു. സോ ആൾക്കാരിൽ നിന്ന് വാങ്ങി അത് കൊടുക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് പൈസ വാങ്ങി ബി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് നടുവിൽ ഒരാൾ വേണ്ടേ? അല്ലെങ്കിൽ എക്ക് നേരിട്ട് ബിക്ക് കൊടുക്കല്ലല്ലോ ഇവിടെ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ. സോ പൈസ ഉള്ളവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ട് പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർമീഡിയറി ഉണ്ടടാ. സോ ആ ഇൻ്റർമീഡിയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ പൈസ വരുന്നതും പോകുന്നതും ഏത് വഴിയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വഴിയാണെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ്. ഒരു ഇടനിലക്കാരായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അവരെന്താ മെയിനായിട്ട് ചെയ്യുന്നത്? പൈസയുടെ ട്രാൻസാക്ഷനാണ്. വേറെ ഒന്നല്ല ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. ആൻഡ് ക്രെഡിറ്റ് അലോക്കേഷൻ. ക്രെഡിറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോറോവേഴ്സിന് പൈസ കടമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ സേവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബോറോവേഴ്സിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരനെയാണ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറിനെയാണ്
എന്തെന്ന് പറയുന്നതാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ബാങ്കുകളെ മാത്രം ആലോചിച്ചാൽ മതിയാ. നമ്മൾ പൈസ കൊണ്ടുപോയി ഇടുന്നു, ബാങ്കുകാർ എന്ത് ചെയ്യുന്നു, നമ്മളെ പൈസ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, പൈസ തിരിച്ചു കൊടുക്കുകയാണ് ബാങ്കുകാർ ചെയ്യുന്നത്. ബാക്കിയാണല്ലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറക്കില്ലല്ലോ. ഒന്നുകൂടിയും പറഞ്ഞേ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആസ് എ ഇന്റർമീഡിയറീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് അലോക്കേഷൻ. ഓക്കെ, ഇനി ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ടാ, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയായിരിക്കും. ഒന്ന്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അവിടെ എന്താണ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യണത് ആരാ? എന്താ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കൺട്രോൾ ചെയ്യണത് ആരാ? മുതിർന്ന നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ അമ്മയായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം. എന്താ, ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI. RBIയുടെ ഫുൾ ഫോം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. നോക്കാം, ഫസ്റ്റത്തെ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നോർമലി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ബാങ്കുകളാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ബാങ്കുകളാണ് എനിക്ക് തോന്നുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. നോക്കാം, മെയിനായിട്ട് എന്താ, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. അതാണ് അവരുടെ എന്തെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം, പ്രൊവൈഡ് വാരിയസ് ബാങ്കിങ് സർവീസ്. കുറേ ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണത് അതിൽ? ഡെപ്പോസിറ്റ് ആവാം, ലോൺസ് ആവാം, അതുപോലെ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്. ഫണ്ട് ബാങ്കിലിടുന്നു, വേറെ ആൾക്ക് എന്ത് ചെയ്യുന്നു, അവരവിടേക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് റെമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്ഫർ ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് പ്രൊവൈഡ് വാരിയസ് ബാങ്കിങ് സർവീസസ് ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ്, ലോൺസ് ആൻഡ് റെമിറ്റൻസ്. ഫോർ എക്സാമ്പിൾ, കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിളാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും എന്താ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കാണുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താ പഠിച്ചത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് 4 കമ്പോണൻറ്റ്. അതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ RBI. അവർ ചെയ്യുന്ന ഫംഗ്ഷൻ നോക്കിയാണ് ഡെപ്പോസിറ്റ്, ലോൺ ആൻഡ് റെമിറ്റൻസ്. കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ആൻഡ് ICICI. ഓക്കെ ആണല്ലോ, ക്ലിയർ. അടുത്തതിലേക്ക് പോകാം മക്കളെ. നെക്സ്റ്റ് ബാങ്ക് ആടാ കോഓപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കില്ല, എല്ലാ നാട്ടിലും, എല്ലാ റൂറൽ ഏരിയയിലും, നമ്മുടെ റൂറൽ അല്ല അർബൻ എല്ലാ ഏരിയയിലും ഉണ്ടായിരിക്കും കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പം അത് കേരള ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ എല്ലാ ഡിസ്ട്രിക്റ്റിലും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഓപ്പറേറ്റ് അറ്റ് ദി റൂറൽ ആൻഡ് അർബൻ ലെവൽ. അതിപ്പോൾ പറഞ്ഞതുപോലെ റൂറൽ ഏരിയയിൽ അതുപോലെ അർബൻ ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടടാ, ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. ഇപ്പോൾ പണ്ട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ മാറി എന്തായിട്ടുണ്ടടാ, കേരള ബാങ്കുകളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കി. അപ്പോൾ എന്താ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, എന്ത് ചെയ്യണം, ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യണം, അവരെ കയ്യിലുള്ള പൈസ ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു ബാങ്കിങ് സാധനം, അതായത് കോഓപ്പറേറ്റീവ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ മെമ്പേഴ്സ് തന്നെയായിരിക്കും അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ മെമ്പർഷിപ്പുള്ള ആൾക്കാർ തന്നെയായിരിക്കും അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. ആ ബാങ്കിന് ഫുള്ള് കൺട്രോൾ അധികാരം ഉണ്ടായിരിക്കാം, അതിലെ മെമ്പേഴ്സുകളായിരിക്കും. പക്ഷേ കോഓപ്പറേറ്റീവ് ആക്ട് പ്രകാരമുള്ള നിയമമുണ്ട്, ആ നിയമപ്രകാരം മാത്രമായിരിക്കണം ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്കൊരു 20-30 പേർക്ക് കുറേ പേര് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പൈസ പൂൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഓപ്പറേറ്റീവ് ആക്ടിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. സോ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ മീൻസ്. ഓക്കെ, അപ്പം കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂറൽ ആൻഡ് അർബൻ ഏരിയയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താടാ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അർബൻ കോഓപ്പറേറ്റീവ്. അപ്പോൾ ഇതെന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവരും ചെയ്യണത് എന്തിനാണ്, ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കോഓപ്പറേറ്റീവ് ബാങ്കിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ മെമ്പേഴ്സിന് മാത്രമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, പൈസ കൊടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ അവരുടെ ഇത്ര ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയുടെ ഉള്ളിൽ മാത്രമേ പൈസ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടുള്ളവരും ഈ ക്ലാസ്സിലുണ്ടായിരിക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRB. നിങ്ങൾ ചിലപ്പോൾ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, RRBs എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഇൻ ദി റൂറൽ ഏരിയ. ആ പേരിൽ തന്നെ ഉണ്ടാ, റൂറൽ ബാങ്ക് ആണ്. സോ ഇത് റൂറൽ ഏരിയയിലാണ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറൽ ആൻഡ് സ്മോൾ ബിസിനസ്സുകാർക്കാണ് ഇവർ പൈസ കൊടുക്കുന്നത്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് എന്താണ്, അഗ്രികൾച്ചറിനും സ്മോൾ ബിസിനസ്സുകാർക്കുമാണ് എന്ത് ചെയ്യണത്, ഇവർ പൈസ
കൊടുക്കുന്നത്, അതായത് നമ്മൾ കടമായിട്ടൊക്കെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ RRBs എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. ഇറ്റ് പ്രൊവൈഡ് ക്രെഡിറ്റ് ആർക്കൊക്കെ? റൂറൽ ഏരിയാസ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് സ്മോൾ ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ഇവർ പൈസ കൊടുക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്തായിരിക്കും? സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്കിന് എല്ലാ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ബാങ്കുകളാണ്. സോ അത് ഡെവലപ്മെൻറ്റ് വരണം വെച്ചെങ്കിൽ എന്ത് വരണോടാ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ വരണം, ഇൻഡസ്ട്രികളൊക്കെ എന്ത് വരണം? ഗ്രോത്ത് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഡെവലപ്മെൻറ്റ് വരാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്താണ്? ഇറ്റ് സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഫോർ എക്സാമ്പിൾ എന്താ? സിഡ്ബി ആണ്. സിഡ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നബാർഡ് ഉണ്ട്, അഗ്രികൾച്ചറൽ ബാങ്കാണ്. നബാർഡ് ഉണ്ട്. അതുപോലെ തന്നെ എക്സിം ബാങ്ക് ഉണ്ട്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കുകളാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. സോ ഈ മൂന്നെണ്ണമൊക്കെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ എന്തെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റഡ് ബൈ RBI ആണ്. ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞതിൽ വരുന്നത് എന്താ നമ്മൾ പഠിച്ചത്? കൊമേഴ്ഷ്യൽ ബാങ്കാണ്. രണ്ടാമത് പഠിച്ചു കോപ്പറേറ്റീവ് ബാങ്ക്സ്. മൂന്നാമത് പഠിച്ചു റീജിയണൽ റൂറൽ ബാങ്ക്സ്, അതായത് RRBs. ദെൻ പഠിച്ചു ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് പഠിച്ചു. ഇനിയുണ്ട് ഫോറിൻ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി ബാങ്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിലൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നോക്കാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFCs എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ്. NBFCs എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറക്കരുത്. ഓക്കെ, ഇത് റെഗുലേറ്റ് ചെയ്യണത് നമ്മുടെ RBI മാത്രമല്ല, RBIയും അതുപോലെ തന്നെ സെബി എന്ന് പറഞ്ഞ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, NSE BSE തുടങ്ങിയ സ്ഥാപനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. എന്താണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി മാർക്കറ്റിനെ, ഷെയർ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാ? സെബി. സെബി മീൻസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് രണ്ടുപേര് കൂടി ചേർന്നിട്ടാണ് RBI ആൻഡ് സെബി ആണെന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഇനി നോക്കാം, ഏതൊക്കെയാണ് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ലടാ, ബാങ്കിങ്ങിൻ്റെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ആ ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കില്ല. നോക്കാം, പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസ് ബട്ട് ഡു നോട്ട് ഹോൾഡ് ബാങ്കിങ് ലൈസൻസ്. ബാങ്കിങ്ങിൻ്റെ, അതായത് അസെപ്റ്റും ഡെപ്പോസിറ്റും ലെൻഡിങ് മണി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് എന്തില്ല? ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വിളിക്കുന്ന പേരാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസ് ബട്ട് ഡു നോട്ട് ഹോൾഡ് ബാങ്കിങ് ലൈസൻസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മുടെ ബജാജ് ഫിനാൻസ് ഉണ്ട്, LIC ഹൗസിംഗ് ഫിനാൻസുകളൊക്കെ ഉണ്ട്. നമുക്ക് ബജാജ് ഫിനാൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ പോയ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പും ഇതൊക്കെ ഫ്രിഡ്ജ് ഇതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ബജാജിൽ നമുക്ക് ഒരു ഫിനാൻസൊക്കെ ഇട്ട് തരും. സോ അതൊരു നോൺ ബാങ്കിങ് സ്ഥാപനമാണ്. അതുപോലെ തന്നെ LIC ഹൗസ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഒരു നോൺ ബാങ്കിങ് സ്ഥാപനമാണെന്നുള്ളത് എന്ത് ചെയ്യുക? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണെന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇറ്റ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിലൊക്കെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യൂടെ? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസുകളും അതുപോലെ നോൺ ബാങ്കിങ് സെക്ടറിൽ വരുന്നുണ്ട്, അതുപോലെ ലീസിങ് ഫേംസുകൾ വരുന്നുണ്ട്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് വരുന്നുണ്ടടാ, ലീസിങ് ഫേംസുകൾ വരുന്നുണ്ട്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ഇതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാങ്കിങ്ങിൻ്റെ ലൈസൻസ് ഇല്ലാത്ത കമ്പനികളെയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസുകൾ ഇതിൻ്റെ അണ്ടറിൽ വരാം, ലീസിങ് ഫേംസുകൾ വരാം, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വരാം. എക്സാമ്പിൾ ഏതാടാ? ബജാജ് ഫിനാൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. പക്കയാണല്ലോ? നെക്സ്റ്റ് നോക്കാം, ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആടാ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 ഇൻഷുറൻസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. ജനറൽ ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ വീട്ടുകാർക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവർ ദരിദ്രാവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂറായിട്ട് എടുക്കുന്ന ഇൻഷുറൻസുകളാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ വരും? നമ്മൾ വണ്ടിക്ക് എടുക്കുന്ന ഇൻഷുറൻസ്, നമ്മൾ വീടിന് എടുക്കുന്ന ഇൻഷുറൻസ്. ഓക്കെ, നമ്മൾ
വേറെ എന്തൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസുകളൊക്കെയാണ് ജനറൽ ഇൻഷുറൻസിന് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ. സോ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട്. ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ആരാണ് റെഗുലേറ്റ് ചെയ്യണത്? IRDA. ആരാണ് മറക്കരുത്, ഇൻഷുറൻസ് കമ്പനീസുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതിന് നേതൃത്വം നൽകുന്നത്, അതിൻ്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സും അതിനെ കൺട്രോളും ചെയ്യുന്ന ഓർഗനൈസേഷനാണ് IRDAI എന്ന് പറയുന്നത്. എന്താ ഫുൾ ഫോം? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ മറക്കരുത്, ഇൻഷുറൻസ് സെക്ടറുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാടാ? IRDAI ആണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എന്തൊക്കെ വരുന്നുണ്ട്? നമ്മൾ LIC, HDFC ലൈഫ്, SBI ലൈഫ്, ഇതൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും, ഒരു LIC എടുക്കുമോ, ഒരു SBIയുടെ ലൈഫ് എടുക്കുമോ, അല്ലെങ്കിൽ ഒരു HDFCയുടെ ലൈഫ് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാ? ലൈഫ് ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ ഇന്ത്യ അഷുറൻസ്, ICICI, ലംബാർഡ് എന്നൊക്കെ പറയുന്ന ഇൻഷുറൻസുകളാണ്. ഇത് നമുക്ക് മോട്ടറിനും വെഹിക്കിളിനും അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾക്കൊക്കെ ആയിരിക്കും ജനറൽ ഇൻഷുറൻസുകൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുവരുന്നത്. അപ്പോൾ അതിന് ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണ് ന്യൂ ഇന്ത്യ അഷുറൻസും ICICI, ലംബാർഡ് എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. 3 ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമ്മൾ പഠിച്ചു ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഏതൊക്കെയാടാ? ഒന്ന്, ഫസ്റ്റ് വൺ എന്താ പഠിച്ചത്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ എന്താ? നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെ എന്താ? ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾഡ് ബൈ RBI, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾഡ് ബൈ RBI ആൻഡ് SEBI, ദെൻ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾഡ് ബൈ IRDAI ആണെന്നുള്ളത് പഠിച്ചു. നെക്സ്റ്റ് നോക്കാം, പെൻഷൻ ഫണ്ട്. പെൻഷൻ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ പെൻഷൻ, നമ്മൾ റിട്ടയർഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഈ പെൻഷൻ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരമുള്ള ബോഡിയാണ് PFRDA. എന്താണ് PFRDA? അത് ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് ഫുൾ ഫോം. എന്താണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നുള്ളതാണ് എന്നുള്ളത് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. സോ മാനേജ് റിട്ടയർമെൻറ്റ് സേവിങ്സ്. നമ്മൾ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന സേവിങ്സുകളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെൻഷൻ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾ NPS, നാഷണൽ പെൻഷൻ സ്കീം സിസ്റ്റം. NPS എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ പെൻഷൻ സിസ്റ്റം ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കുള്ള 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാടാ? ഒന്ന്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റഡ് ബൈ RBI. രണ്ടാമത്തെ പഠിച്ചത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFCs എന്ന് പറയും, റെഗുലേറ്റഡ് ബൈ RBI ആൻഡ് SEBI ആണ്. പിന്നെ പഠിച്ചത് നമ്മളെന്താ? ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, റെഗുലേറ്റഡ് ബൈ IRDAI ആണ്. നെക്സ്റ്റ് പഠിച്ചത് പെൻഷൻ ഫണ്ടാണ്, റെഗുലേറ്റഡ് ബൈ PFRDA എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ടാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ആദ്യത്തെ കമ്പോണൻറ്റ് വ്യക്തമായ രീതിയിൽ നമ്മൾ പഠിച്ചു. എന്താ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് കൂടി പറയുന്നത് പഠിച്ചു. നെക്സ്റ്റ് നോക്കാം, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ്സ്? നോർമലി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും അല്ലേ ചെയ്യുന്ന പ്ലേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ selling or buying a goods and services. The place where selling and buying a goods and services is also known as market. അല്ലേ? അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ പ്രോപ്പർട്ടീസ്, ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വെറും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഐറ്റംസുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്ലേസിനെയാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുന്ന സ്ഥലത്തെയാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നോക്കാം, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, മണി മാർക്കറ്റും അതുപോലെ തന്നെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റും. ഓക്കെ, നമുക്ക് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സുകളുണ്ട്. നമ്മൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് കൊണ്ട് തന്നെ നമ്മളൊരു ക്ലാസ്സുകൾ തരും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റുകളുള്ള. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് നോക്കാം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മൈൻഡിൽ വരുന്ന മണി ഷോർട്ട് ടൈം മാർക്കറ്റാണ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തിന് താഴെ മെച്യൂരിറ്റി പീരീഡുള്ള
ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിൽക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന മാർക്കറ്റിനെയാണ് അതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ലെസ് ദാൻ 1 ഇയർ, മറക്കരുത്, ലെസ് ദാൻ 1. അതായത് ഒരു വർഷത്തിനുള്ളിൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തോളും. ഒരു വർഷത്തിനുള്ളിൽ ആ ഇൻസ്ട്രുമെൻസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചോളണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു FD ആണെന്നുണ്ടെങ്കിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അത് വാങ്ങിക്കണം. അതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് FD ഒരിക്കലും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് അല്ല, അതിന് ഇൻസ്ട്രുമെൻസുകൾ വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ എല്ലാ ഡീലിങ്സുകളും തീർത്തോളണം. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെ വിളിക്കുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആൻഡ് ലെൻഡിങ്സ് ആണ് അവിടെ നടക്കുന്നത്, ചെറിയ കാലയളവിൽ. ആ ചെറിയ കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താടാ, ലെസ് ദാൻ 1 ഇയർ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇയർ ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, അവിടുത്തെ ഇൻസ്ട്രുമെൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രഷറി ബില്ല്, ടി ബില്ല്. വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ ഇതിനെ പറ്റിയിട്ട് കിട്ടും. ഇപ്പോൾ പേര് മാത്രം പഠിച്ചു വയ്ക്കുക. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാടാ, ഒന്ന് ട്രഷറി ബില്ല്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ടി ബില്ല് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് നോക്കുക, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതൊക്കെ എന്താടാ, നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് ഒരു എക്സാമ്പിളാണ്. വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ, വാട്ട് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, വാട്ട് ഈസ് ട്രഷറി ബില്ല് വരുന്ന ക്ലാസ്സുകളിൽ ഡീപ്പായിട്ട് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഈ 3 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ലെൻഡിങ്ങും ബോറോയും ചെയ്യുന്ന മാർക്കറ്റുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇയർ ആണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടി മനസ്സിലാക്കണം, ഇത് ഈസ് റെഗുലേറ്റഡ് ബൈ ആരാടാ, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മണി മാർക്കറ്റിന് എന്ത് ചെയ്യണത്, റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, മണി മാർക്കറ്റ്. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.